അമ്മ എന്ത് ചെയ്യുക? ആണോ? ഇതാണ് നമ്മുടെ ഗരം മസാല പാക്കറ്റ്. ഇതുപോലെ 40 രൂപയുടെ പാക്കറ്റാണ്. നമ്മളിതുപോലെ പാക്ക് ചെയ്ത് കടകളിൽ കൊടുക്കും. ഇതുപോലെ ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് വലിയ പാക്കറ്റാണ്. 100 രൂപയുടെ ഇതിലെല്ലാം ഉണ്ടാവും. പിന്നെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിച്ചു പോയി. അപ്പോൾ ഒരു സ്മൂതി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ക്ലീൻ ചെയ്ത സ്ട്രോബെറീസും കുറച്ച് പഴവും 2 പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏതും ആകാം. ഞാൻ പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണം മുറിച്ച് അതിലേക്ക് ഇട്ടുകൊടുക്കാം. ഈ സ്മൂതി കുടിക്കുമ്പോൾ ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ്. പിന്നെ അതിലേക്ക് 1 ഗ്ലാസ് പാൽ, തണുത്ത പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന തേനാണ് കേട്ടോ. വർഷങ്ങളായി ഇത് ഗൾഫിൽ നിന്നാകുമ്പോൾ ആ ഡേറ്റ്സിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ആ തേനിന്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് കവർ ചെയ്ത് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഈ ജാറിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ച് സ്റ്റോർ ചെയ്യാനും പറ്റും, എല്ലാ മിക്സികളിലും നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്ട്രോബെറി ബനാന സ്മൂത്തിയാണ്. അപ്പോൾ അത് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് പകർത്താം. അപ്പോൾ ഞങ്ങളിത് കുടിച്ച് ഒന്ന് എന്താ പറയുക, റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ലഞ്ച് റെഡിയാക്കിയത്. അപ്പോൾ ലഞ്ചിന് ചോറും പിന്നെ ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. ഇങ്ങനെ ചാറായിട്ടുള്ളതാണ് ഇവിടെ ഇഷ്ടം. അപ്പം ഞാനങ്ങനെ ഗ്രേവി ഇത്തിരി കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കി. അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ചിക്കൻ ഫ്രൈയും ആക്കി. കൊച്ചിന് ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ കൊച്ചിന് വേണ്ടി കുറച്ച് ഫ്രൈയും ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ ആഫ്റ്റർനൂൺ റൊട്ടീൻ കഴിഞ്ഞു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വീട്ടിൽ എന്താ ലഞ്ച് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. താങ്ക്